മക്കളെ, ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ഇദ്ദേഹത്തെ എല്ലാവരും പരിഹസിക്കും, കളിയാക്കോ, കുറ്റപ്പെടുത്തോ ഒക്കെ ചെയ്താലും അദ്ദേഹത്തിന്റെ ഏതായ സ്റ്റൈലിലുള്ള സിനിമകൾ ഇറക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മറ്റുള്ളവർക്കും സഹായം ചെയ്യുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവര് ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. അല്ല, ഇതിന് മറുവശം ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോൾ മുഴുവൻ പറയണം. ആർട്ടിസ്റ്റ് നീഡ് സം സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇവിടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാൻ ഉറപ്പ് തരാം. എത്ര സ്റ്റാർസിന്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കലയെ കൊലയാക്കുന്നോ എന്ന് പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു നടന്റെ പേര് പറ. ഇവിടെ അവാർഡ് സിനിമ കിട്ടിയ ആളുകൾ വരെ പക്ക ബിസിനസ്സുകാരാണ്. ഞാനത് തെളിയിക്കുന്നു. ഇവർക്ക് അങ്ങനെയല്ലെങ്കിൽ ഇവർ ഒരു അവാർഡ് പടെടുത്തതിന് ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് കാണിക്കും, അതിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമോ വാട്ടവർ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടുന്ന് ഒരു ചെറിയൊരു പൈസ കിട്ടും, ഒരു എൻട്രി ഫീ. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു നേഴ്സുമാരുടെ കഥ പറയുന്നു, നിങ്ങൾ 100 ദിവസം പടം ഓടിക്കുന്നു, അവാർഡ് മേടിക്കുന്നു. ശരിക്കും നേഴ്സുമാർ അവിടെ സമരം നടത്തി. എത്ര ആൾ പോയി? ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ജനങ്ങളവിടെ ഭയങ്കര ഇതിനു വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ കലയാണ്. എന്തേ അവാർഡ് വരെ മേടിച്ചവർ എന്തുകൊണ്ട് അവിടെ പോകാത്തത്? തീർന്നില്ല. ഗോവിന്ദാപുരം കോളനി പോലത്തെ സ്ഥലങ്ങളിൽ അയിത്തം നിലനിന്ന സ്ഥലമുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വെറും ബിസിനസ്സാന്ന് പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ചെന്ന് എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ അയിത്തം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അയിത്തവും പാവങ്ങളുടെ ദാരിദ്ര്യം ഒക്കെ പറയുന്ന എത്ര ആളുകൾ പോയി? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അട്ടപ്പാടി, അവിടെ ഗർഭിണികളായ സ്ത്രീകൾ എത്രയോ പേര് മരിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം വിട്ട് ലോകം മുഴുവൻ ഇന്ത്യ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവാർഡ് മേടിക്കുന്ന എത്ര സംവിധായകർ അവിടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇതാണോ? ഇവിടെ കുടുംബ എടുക്കുന്നതും ആക്ഷൻ എടുക്കുന്നതും സെക്സ് പടം, എന്ത് പടം ആയിക്കോട്ടെ, കോമഡി ആയാലും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി. ഒരു കാര്യത്തിന് ഇവിടെ വലിയ വലിയ അഭിപ്രായം ആരും പറഞ്ഞ് കേൾക്കാറില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. വലിയ വലിയ സംഭവങ്ങൾ, കൂടെയുള്ള ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടിട്ട് പോലും പല മഹാന്മാരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ് നീഡ് സം സോഷ്യൽ കമ്മിറ്റ്മെന്റ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഇതിൽ പണം കൊടുക്കലോ ഒന്നുമല്ല. ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഗവൺമെന്റിന്റെ ദേഷ്യമുള്ള കാര്യം പറഞ്ഞാൽ അടുത്ത തവണ അവാർഡ് കിട്ടില്ല. ഇതാണോ കലാകാരന്മാർ? നാക്കുകൊണ്ട് കോവിഡ് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതത്തിൽ അത് കാണിക്കണം. സന്തോഷം. ഇപ്പൊ ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലെ എത്ര ആളുകൾ നമ്മളിവിടെ പ്രളയം വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു? വിജയ് അടക്കമുള്ള എത്രയോ താരങ്ങളുടെ ലോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 60 ദിവസം ഇതിലുണ്ടായിരുന്നു. അവിടെ ഒരു ഗജാ ചുഴലിക്കാറ്റടിച്ചു. ഞാൻ പറയുന്നത്, ഞാൻ 14 ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയ്ക്കുള്ള വരുമാനമേ ഉള്ളൂ. എന്റെ കഴിവിനനുസരിച്ച് 4 ജില്ലയിലൊക്കെ ഞാൻ പോയി. എന്റെ ചോദ്യം ഇതാണ്, അവിടുത്തെ സൂപ്പർ താരങ്ങളെല്ലാം ഇത്രയും ചെയ്തപ്പോൾ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തില്ല. നമ്മളെന്ത് ചെയ്യും? അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് സിനിമ ആണെങ്കിലും കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി. അദ്ദേഹം ഇപ്പം ആരെയും വീട്ടിൽ വന്നിട്ട് എന്റെ സിനിമ കാണണേ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ അദ്ദേഹം എല്ലാ തരത്തിലും സഹായം ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു വ്യക്തിയായി